കുടിയേറ്റം അഥവാ മൈഗ്രേഷൻ മലയാളികൾക്കൊരു പുതിയ കാര്യമേ അല്ല. ഒരു നാടിന്റെ അതിര് നദിയായിരുന്ന കാലം തൊട്ടേ അതിര് കടക്കാൻ നമ്മൾ മുന്നിലായിരുന്നു. സിലോണിലും സിംഗപ്പൂരിലുമൊക്കെ പ്ലാന്റേഷൻ ജോലികൾക്കായി പോയ ആദ്യ തലമുറ പിന്നീട് 1970-കൾ തൊട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കായി കുടിയേറ്റം. ഇപ്പോൾ കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ കുടിയേറ്റമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അന്യനാട്ടിൽ പോയി താമസിക്കുമ്പോഴൊക്കെ നമ്മൾ സുരക്ഷയെയും ക്ഷേമത്തെക്കുറിച്ചുമൊക്കെ വേവലാതിപ്പെടാറുണ്ട്. കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ കഥ ഇതാണെങ്കിൽ ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേർ കേരളത്തിലേക്ക് കുടിയേറുന്നുണ്ട്. ഇവർ നമ്മുടെ സമൂഹത്തിലും സാമ്പത്തിക മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ കേരളത്തിലേക്ക് എത്തിയ കുടിയേറ്റ തൊഴിലാളികളെക്കുറിച്ചും അവർക്കായി സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനു വേണ്ടി കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾക്കിടയിൽ പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ ബിജുലാൽ MVയുമായുള്ള അഭിമുഖം കേൾക്കാം. കുടിയേറ്റത്തെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല. കുടിയേറ്റം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി വന്ന നമ്മൾ സ്നേഹത്തോടെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാമൂഹ്യവും ആരോഗ്യപരവും സാമ്പത്തികവുമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗഭാക്കായി കഴിഞ്ഞു അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ തൊഴിലാളികൾ. ഇതെങ്ങനെയാണ് ഈ ഒരു മാറ്റത്തിലേക്ക് കേരളം വരുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ സാർ? തീർച്ചയായും. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ നിർമ്മാണ മേഖലയായിരുന്നു കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു മുതൽ മുടക്കിനനുസരിച്ചുള്ള വരുമാനം തരുന്നതിൽ GDPയുടെ ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം നടക്കുന്ന കൺസ്ട്രക്ഷൻ വെഞ്ചറിൽ എപ്പോഴും ഒരു 25%-30% തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളിൽ നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ചും കേരളത്തിലുടനീളം നമ്മൾക്ക് ഒരു 40% ആളുകളെങ്കിലും ഒരുപക്ഷെ കരാർ അടിസ്ഥാനത്തിൽ വരുന്ന തൊഴിലാളികൾ. അതിനകത്ത് ഒഴുകി വരുന്ന തൊഴിലാളികളുണ്ട്. ദൈനംദിന തൊഴിലുകൾക്ക് വേണ്ടി കവലകളിൽ കാത്തു നിൽക്കുന്നവരുണ്ട്. സഹോദരങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ സ്വന്തം ആളുകളുടെ കൂടെ എത്തിച്ചേരുന്നവർ. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് ഫ്ലോ ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതിൽ ഏതാണ്ട് 560 രൂപ തൊട്ട് 1300-1400 രൂപ വരെയുള്ള വലിയൊരു വ്യത്യസ്തതയിലാണ് പണിയെടുക്കുന്നത്. കേരള സമൂഹത്തിലെ ചില ആശങ്കകൾ എന്ന് പറയുന്നത് ഏറ്റവും പൊതുവായി പ്രചരിപ്പിക്കപ്പെടുന്ന ക്രിമിനൽ ടെൻഡൻസികൾ, മറ്റു കാര്യങ്ങൾ, അൺഡോക്യുമെന്റഡ് സിറ്റിസൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചില തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷേ എത്രയും സൂക്ഷ്മതയോടുകൂടി നിയമപാലന സമൂഹങ്ങളും അവരുടെ ആളുകളും എത്രമാത്രം സൂക്ഷ്മമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളതും അതിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളറിയാതെ പറ്റുന്ന പല തരത്തിലുള്ള തെറ്റുകളും എത്രമാത്രം ഗുരുതരമായ ചില കാര്യങ്ങളിലേക്ക് നീക്കുമെന്നുള്ളതൊരു പ്രശ്നമാണ്. നമ്മളുടെ ഈ പദ്ധതിയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു രീതിയിലുള്ള കാര്യങ്ങളുടെ ബോധവൽക്കരണം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ രംഗത്തുള്ള സൈക്കോളജി, ക്രിമിനോളജി എക്സ്പേർട്സുമായിട്ടൊക്കെ നിരന്തരമായി സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വലിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ അതിഥി ആപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള തൊഴിലാളികൾ നമ്മുടെ അസംഘടിത മേഖലയിലേക്കാണ് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പലപ്പോഴും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്ത് മരണം വരെ സംഭവിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. കേന്ദ്ര തൊഴിൽ നയങ്ങൾ എടുത്തു നോക്കിയാൽ ഈ അസംഘടിത തൊഴിലാളികൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കും ബാധകമാണ്. അതായത് തൊഴിലാളികളുടെ മിനിമം വേതനം, സുരക്ഷ, റേഷൻ സാധനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക, ആരോഗ്യ സുരക്ഷ, ഇതൊക്കെ പറയുന്നുണ്ട് കേന്ദ്ര തൊഴിൽ നയങ്ങളിൽ. അതുകൂടാതെ തന്നെ ധാരാളം ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പെൻഷൻ പദ്ധതി, പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, അതുപോലെ തന്നെ വായ്പ നൽകുന്ന PM സ്വനിധി പദ്ധതിയുണ്ട്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, PM ജൻ ആരോഗ്യ യോജനയുണ്ട്. ആഹാര സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് PM ഗരീബ് കല്യാൺ അന്ന യോജന. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നടപ്പിലാകുമ്പോൾ ഇതൊക്കെ ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണോ പഠനങ്ങളിൽ കാണുന്നത്? എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരേണ്ടതുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്? കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള
ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ പദ്ധതികൾക്കകത്ത്, നയപരിപാടികൾക്കകത്ത് വളരെയധികം മാറ്റങ്ങൾ കാലികമായി എന്തുകൊണ്ട് വരണം എന്നുള്ളതിനെ പറ്റിയുള്ള വളരെ ശക്തമായ സൂചനകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിഥി എന്ന് പറയുന്നതിൻ്റെ ഒരു സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഏറ്റവും സാമാന്യ അർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പരിഗണനകളുടെ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഭാഷാപരമായ ഒരു വലിയ വെല്ലുവിളിയാണ് അതിഥി എന്ന് പറഞ്ഞ വാക്ക് നമുക്കുണ്ടാകുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ ഒരിക്കലും അതിഥിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭരണഘടനാ യുക്തിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഏറ്റവും മനുഷ്യാവകാശപരമായ മനുഷ്യ ജീവൻ നിലനിർത്തുന്നതിനും തനിക്കും തന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും പുരോഗമനം ഉറപ്പിക്കുന്ന രീതിയിൽ സമാധാനപരമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കാനും ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുവാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും അഭിപ്രായം പറയാനും അനീതികൾക്കെതിരെ ശബ്ദിക്കാനും ഒക്കെയുള്ള അധികാരം ഒരു സാമാന്യ വ്യക്തി എന്നുള്ള രീതിയിൽ ഭരണഘടനാപരമായ കാര്യമായിട്ട് നമുക്കുണ്ട്. അത് വലിയൊരു നിലപാട് തറയാണ്. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടുള്ള പൗരത്വത്തിൻ്റെ പ്രയോഗവും അവകാശങ്ങളുടെ സാക്ഷാത്കാരവും ഒക്കെയാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത്. അതിൽ ആരോഗ്യ മേഖലയിലെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് രണ്ട് പ്രധാനപ്പെട്ട, ഒന്ന് ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് വാട്ടർ സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹെൽത്ത്, റെസിഡൻഷ്യൽ പ്ലേസിലെ മറ്റു കാര്യങ്ങൾ, വേസ്റ്റ് റിമൂവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സാംക്രമിക രോഗങ്ങളെ കുറയ്ക്കുക. രണ്ട് രീതിയിലാണ്, രോഗങ്ങൾ വരാതിരിക്കാനും രോഗങ്ങൾ വന്നതിന് ശേഷം പ്രിവെൻറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള അപ്രോച്ചുകൾ എങ്ങനെ നമുക്ക് ഒരു ഡിജിറ്റൽ കാര്യത്തിലൂടെ പുരോഗമിപ്പിക്കാമെന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഠനം ഒരു പ്രധാന ഭാഗം നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. ഒരു IMWATHIS ഇംവാത്തിസ് എന്ന് പറയുന്ന ഒരു സങ്കേതം നമ്മൾ രൂപപ്പെടുത്തി. അതൊരു ടെക്നോളജിക്കൽ ഉള്ള സങ്കേതമാണ്. അതിൽ ആരോഗ്യ വിദ്യാഭ്യാസത്തെ കൊടുക്കുകയും നമ്മളുടെ തന്നെ ആളുകൾ അവരോട് നിരന്തരം സംസാരിച്ച് അവരുടെ ആരോഗ്യശീലങ്ങളിലും അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോകുന്നതിനെ പറ്റിയും അവരുടെ മാനസികാരോഗ്യം, സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇങ്ങനെയുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള ഏതാണ്ട് 8 കമ്പോണൻസോളം നമ്മൾ പരിശോധിക്കുകയും അതിശയകരമായ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു ചെറിയ ഗവേഷണ സംഘം സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായൊരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ ഞങ്ങളുടെ തന്നെ ഗവേഷണ അനുഭവം വെച്ച് പറഞ്ഞാൽ 10% ആളുകൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി അതേതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളെ പറ്റിയിട്ട് നമ്മൾ കാണുന്നത്. പരമാവധി 13%-നും ഇടയിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവിനെ പറ്റിയും ഉപയോഗത്തിനെ പറ്റിയുമുള്ള പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾക്കകത്ത് മാലിന്യം നീക്കം ചെയ്യാനാവാത്തതും ശുദ്ധജലം കുടിക്കാൻ ലഭ്യമല്ലാത്തതും പേഴ്സണലായിട്ടുള്ള ക്ലീനിങ്ങിന് വേണ്ടിയുള്ള വെള്ളം കിട്ടാതിരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ബോധപൂർവമല്ലെങ്കിലും വിവേചനത്തിൻ്റെതായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ മനുഷ്യർക്ക് സാംക്രമിക രോഗങ്ങളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രിവെൻറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്നല്ല, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാനും പരിശോധിക്കാനും പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുവാനുമുള്ള അധികാരം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന രീതിയിലുള്ള അതിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും പഞ്ചായത്തിൻ്റെ ഭരണാധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ഇടപെടാം. റവന്യൂ, തൊഴിൽ, പഞ്ചായത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ വകുപ്പുകളുടെ ഉത്തരവാദിത്തങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്താൽ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേവലം ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു മാത്രമല്ല, ആരോഗ്യശീലങ്ങൾ വളരെ നന്നായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. പ്രശ്നത്തിൻ്റെ രൂക്ഷത മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നയരൂപീകരണ സംവിധാനം ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും കേരളത്തിൽ അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് 2010 ഒരു നയരൂപീകരണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവർക്ക് ഇൻഷുറൻസ് പദ്ധതി, ആവാസ് പദ്ധതി ഉണ്ടാകുന്നു, അപ്നാ ഘർ പദ്ധതി നേരത്തെ സാറ് പറഞ്ഞതുപോലെ. ഇനി അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോതി പദ്ധതി, അതിഥി ആപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്തുകൂടി നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഭാഷാപരിമിതി ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ ഒരു ദിവസത്തെ അവരുടെ ജോലി കളഞ്ഞിട്ട് അവർക്ക് പോകുക എന്നുള്ള ബുദ്ധിമുട്ട്, അവരുടെ ആ ഒരു ദിവസത്തെ വേതനം ആലോചിച്ച് അവരത് പോകാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഇതിന് വേണ്ടി പരിഗണിക്കേണ്ടതുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. ഞങ്ങൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 6 മണിയോളം വരെ തൊഴിൽ മേഖലയിൽ നിന്നിട്ട് തിരികെ വരുന്ന ആളുകൾക്ക് അവർക്ക് ലെഷർ 8 മണി വരെ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം. പിന്നെ ഞായറാഴ്ച ഒറ്റ ദിവസം
ഇങ്ങനെ ജീവിക്കുന്ന ആളുകളോട് ഒരു സ്ഥലത്തേക്ക് വന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ഭാഷാപരമായ പരിമിതികളെ മാറ്റാൻ വേണ്ടി അവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ ലിസ്റ്റുണ്ട്, അവരത് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മലയാളം ലാംഗ്വേജ് കാര്യങ്ങളും ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞത് 40ഓളം ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ നമുക്ക് കിട്ടും. ഈ ഡിവൈസുകൾ ഒരുപക്ഷെ 4000 രൂപയ്ക്കോ 6000 രൂപയ്ക്കോ കിട്ടുന്ന ഈ ഡിവൈസ് ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒരുപക്ഷെ വളരെ നോമിനലായിട്ടുള്ള ഒരു 3 രൂപയോ 5 രൂപയോ നോമിനൽ ചാർജ് വാങ്ങിച്ച് എൻ്റെ മെയിൻ്റനൻസ് പോലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ ധാരാളം ആളുകൾ ഇതിലേക്ക് വരും. അവനവൻ്റെ തൊഴിലിൻ്റെ ബന്ധനാവസ്ഥ കൊണ്ട് അവനവൻ്റെ തന്നെ ആരോഗ്യപരമോ സാമൂഹ്യപരമോ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുന്ന, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിയിടപ്പെടുന്ന ഒരവസ്ഥ, ഒരു ആശുപത്രി പോകാൻ വയ്യാത്ത രീതിയിലുള്ള എത്രയോ തൊഴിലാളികളെ നമ്മൾ കണ്ടിരിക്കുന്നു. 8 തവണ 2 മെഡിക്കൽ കോളേജുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 മാസം തൊട്ട് 8 മാസം വരെ ഗർഭിണിയായിട്ട് യാത്ര ചെയ്തൊരു സ്ത്രീ അവസാനം തിരിച്ച് ഒറീസയിലേക്ക് പ്രസവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പഠനം നടത്തുന്നത്. ഇവരുടെയൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ടോ? നമുക്ക് ഈ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവർക്കുണ്ടോ? 87% ആളുകൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. 1554 പേരിലെ പഠനത്തിനകത്ത് കാണുന്നൊരു വസ്തുതയാണ്. സ്മാർട്ട് ഫോണുകളില്ലാത്തവർക്ക് മറ്റ് റെഗുലർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഫോണില്ലാത്ത ആളുകൾ ഏതാണ്ട് ഒരു 3% ആളുകളുണ്ട്. അവർ മറ്റുള്ളവരുടെ ഫോൺ ഉപയോഗിക്കുന്നവരോ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരോ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോൺ ഇല്ലാത്ത ആളുകളെയാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമുക്കുണ്ടാക്കാൻ പറ്റും. കേന്ദ്ര നയങ്ങളെപ്പറ്റി മനസ്സിലാക്കി അതിനെപ്പറ്റി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഫോണിലേക്കും ബുക്ക്ലെറ്റുകളായിട്ടും നിരന്തരം എത്തിച്ചേരുകയും പ്രവർത്തന സമയത്തിനുള്ളിൽ തന്നെ ഫാക്ടറികളിലോ തൊഴിൽ സ്ഥലങ്ങളിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി 5-10 മിനിറ്റ് ബ്രേക്കിലുള്ള തൊഴിലുടമകൾ തന്നെ ജില്ലാ അധികാരികളോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഗവേഷകരെയൊക്കെ വിളിച്ച് അവിടെ ഒരു ബോധവൽക്കരണം നടത്തുകയൊക്കെ ചെയ്യുമായിരിക്കും ഒരുപക്ഷെ അതിന് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും റേഷൻ ലഭ്യമാക്കുന്ന രീതി ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. 2 വർഷം മുമ്പ് 2400 ചില്ലുവാനോ ആളുകൾ മാത്രമേ ഈ പറയുന്ന റേഷൻ കാർഡ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളൂ. ഏതാണ്ട് 60 കോടിയിലേറെയുള്ള ഒഴുകി നടക്കുന്ന തൊഴിൽ സമൂഹത്തിൻ്റെ ജീവസുരക്ഷയ്ക്ക് വേണ്ടിയും പോഷകാഹാരത്തിനും സാമൂഹ്യ സുരക്ഷയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഗവൺമെൻറ് സംവിധാനത്തിലെ ഫെഡറൽ സാധ്യതകളെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ ശീലങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ വീട് വിടുമ്പോൾ നമ്മുടെ കുറേ ശീലങ്ങളും മാറുകയാണ്. അത് നമ്മുടെ ആഹാരശീലങ്ങളാവാം. ഇപ്പോൾ മിക്കവാറും കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമൊക്കെ വന്നിരുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ്, കർണാടക, തമിഴ്നാട്. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ബീഹാർ, ബംഗാൾ, ഒഡീഷ, ആസാം. ഇവരുടെ പല ശീലങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. റോഷ്നി പദ്ധതിയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ചങ്ങാതി പരിപാടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതിപ്പം അതിൽ പ്രൊഫസർ ഒലീന അതിൻ്റെ മിഷൻ ഡയറക്ടറായിരുന്ന ആളാണ്. നമുക്ക് ആലപ്പുഴയിലും പാലക്കാടും സ്ത്രീകളായിട്ടുള്ള ഇവരുടെ വോളണ്ടിയേഴ്സ് തന്നെയാണ് ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സഹായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, സ്ത്രീകളുമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ സംജാതമാകുന്ന ഒരു പുതിയ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾക്കിടയിലുള്ളൊരു സഹകരണം അല്ലെങ്കിൽ അനുതാപപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വഴി സൃഷ്ടിക്കപ്പെടുന്ന പുതിയ സാമൂഹ്യ മേഖലകൾ. പാലക്കാട് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളിൽ പരസ്പരം എങ്ങനെ ക്രാഫ്റ്റ് കൈമാറാം, അല്ലെങ്കിൽ പാചകശീലങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു, നല്ല റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണൊരു സൗഹൃദത്തിൻ്റെതായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഒരു കൊടുക്കൽ വാങ്ങൽ. അതെ. പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് വിളിക്കപ്പെടുന്നു, അവിടെ പോകുന്നു, മുറി ഭാഷയിൽ സംസാരിക്കുന്നു, അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ കൂടെ അതേസമയം തന്നെ വളരെ വളരെ രൂക്ഷമായ രീതിയിൽ കായികമായിട്ട് തൊഴിലാളികളെ ആക്രമിക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റം അപലപനീയവും കുറ്റകരവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കവലയിലെ അതിൻ്റെ കണക്കെടുക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പ്രത്യേകിച്ചും ഒരു 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്തുള്ള സംസാരങ്ങളിൽ പ്രകടമാകുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു അക്രമാസക്ത സ്വഭാവത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് കാണുന്നതും കാണാത്തതുമായിട്ടുള്ള മർദ്ദനങ്ങളുടെയും ഒക്കെ കണക്കെടുത്താൽ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്നെപ്പോലെ ഒരാൾ ഒരു 16 വർഷം ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ ജീവിച്ച ഒരാളാണ്. എനിക്ക് ഈ പറയുന്ന ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറെ കൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും തൊഴിൽ സ്ഥാപനത്തിലും ഒക്കെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടക്കാനും അതൊന്നും സാരമില്ലെന്ന് വെക്കാനും ഒക്കെയുള്ള രീതിയിലാണ് മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ കൂടുതലും പണിയെടുത്തിരിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളുടെ പൊതു അവസ്ഥ ഇതായിരിക്കാം.
പക്ഷേ കുറെ കൂടി കായികമായിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന മനുഷ്യർക്കിടയിലോ അവരോട് മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളൊരു സംഭവം പോലും വലിയൊരു ജനാധിപത്യ ധർമ്മമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. തൊട്ടടുത്തുനിന്ന് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ഇടയ്ക്കെങ്കിലും പോയി വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നിരിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഒഴിവുണ്ടാകുമ്പോഴായിരിക്കും, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഓണം സമയത്ത് അവരിങ്ങനെ ട്രെയിനിന് കാത്തു നിൽക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വീട്ടുകാർ കൂടെ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു സൗഖ്യത്തെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവരുടെ മാനസിക സൗഖ്യവും കൂടി എത്ര കണ്ട് പരിഗണിക്കുന്നുണ്ട്, അതിനും കൂടുതൽ ഊന്നൽ നൽകേണ്ടതല്ലേ. തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സങ്കേതത്തിൻ്റെ അകത്ത് അന്റോണിൻ അർത്തോ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് റൈറ്റർ എഴുതുന്നൊരു സംഭവമാണ്. അതായത് പറയുന്നത്, ഐ സോ മൈസെൽഫ് 2 meters എവേ ഫ്രം മൈ ബോഡി എന്ന് പറയുന്നുണ്ട്. അപ്പം അതികഠിനമായിട്ടുള്ള ഒരു നമ്മളുടെ തന്നെ ഒരു പ്രതിരൂപത്തിനെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ദൂരെ നമുക്ക് കാണാൻ പറ്റുന്ന അത്രമാത്രം ശാരീരിക ക്ഷീണം കൊണ്ട് മാത്രമല്ല, അതിനോടനുബന്ധമായിട്ടുള്ള വലിയ ഒറ്റപ്പെടലുകളുടെയും നമ്മളെ വരിഞ്ഞു നിൽക്കുന്ന ആശങ്കകളുടെയും വരാനിരിക്കുന്ന പ്രതിസന്ധികളുടെയും കടത്തിൻ്റെയും ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പലിശ പറ്റുപടി വൈദ്യനും വാടകയും പകുത്തെടുത്ത പല കള്ളികൾ എന്നൊക്കെ ചുള്ളിക്കാടൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ജീവിതാവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മാനസികമായ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തികൾ എന്ന് പറയുന്ന ആ മാനസിക വിഭ്രാന്തിക്ക് വേണ്ടി തന്നെ ചികിത്സയ്ക്ക് വരുന്ന ആളുകളുണ്ട്. മാനസികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അംഗീകരിച്ച് വരുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഈ പറയുന്ന പരീക്ഷണത്തിലൂടെ നമ്മൾ പറയുന്നത്, ഇപ്പം മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കൺസേൺ ഉണ്ട്, അറിവുണ്ടെന്നുള്ളൊരു ചോദ്യത്തിന് അത് ഞങ്ങളുടെ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞ 8% ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ളൊരു കാര്യത്തെ പറ്റിയുള്ളൊരു ബോധ്യം എന്ന് പറയുന്ന സംഭവമുള്ളൂ. ആ അറിവിൻ്റെയും അതിൻ്റെ അക്സെപ്റ്റൻസിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് 8% നിന്ന് 67% ആളുകൾ കേവലം 3 മാസത്തെ ഇടവിട്ടുള്ള അവരോടുള്ള നമ്മളുടെ ഫീൽഡ് പ്രവർത്തകരുടെ ഇടപെടൽ വഴി ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ഇത്തരം ആളുകളെ ധാരാളമായിട്ട് കണ്ടെത്താൻ പറ്റിയെന്നുള്ളതും മറ്റ് ജീവിത മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളോടുള്ള അകാരണമായ പേടി കൊണ്ടുണ്ടാകുന്ന അക്രമാസക്തമായ ഒരു പ്രവർത്തന ശീലം എന്ന് പറയുന്നത് അത് വളരെ വ്യാപകമാണ് കേരളത്തിൽ. അപ്പോൾ ഇവിടെ പോലും നമ്മൾ പറയുന്നത് ഇവർ ഇവിടെ വന്ന് ഇവിടെ നിന്നും പണം കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വിശകലനം പറഞ്ഞാൽ ഒരു 1970 ശേഷം ഇവിടെ ഉണ്ടായ സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാന അതാണ് നമ്മൾ ഒരു വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെമിറ്റൻസസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഈ വികസനം ആർക്ക് വേണ്ടിയാണ്? ഇത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ നിരന്തരമായ അത്തരം ഒരു ബോധ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളിനെ ആ അധ്വാനത്തിൻ്റെ രീതിയിൽ മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതിയാവും. 9,000 രൂപ to 11,000 രൂപ വരെ റെമിറ്റ് ചെയ്യുന്ന ഒരു 53% ആളുകളുടെ സ്ഥലമാണിത്. ഇത് ഇവരിൽ പല ആളുകളും ഏതാണ്ട് വാടകയ്ക്ക് മാത്രമായിട്ട് 1,000-നും 2,000-നും ഇടയ്ക്ക് പൈസ കൊടുക്കുന്നു. ഇവിടെ ഈ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്വപൂർവ്വമായിട്ടുള്ള ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ വളരെ ആവശ്യമാണ്. ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വിധേയരായി മരിച്ചിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെ ഈ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ പല സാംസ്കാരികവും അല്ലാത്തതും കായികവുമായിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി അന്വേഷിക്കുകയും അഭിപ്രായം പറയുന്നത് അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ സംഭവിക്കുന്നു. വളരെ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് തൊഴിലിനായി ഒരു സ്ഥലത്തു നിന്നും യാത്ര ചെയ്ത് സുരക്ഷിതമായി പോകുവാനുള്ള അവകാശം സംബന്ധിച്ച ഒരു പ്രശ്നമായിട്ട് അത് വരുന്നു. പറഞ്ഞതുപോലെ നമ്മൾ ഇവരുടെ ഒരു സാമ്പത്തികവും സാമൂഹികവും ആയിട്ടുള്ള ഒരു ഉൾച്ചേരൽ ഇവിടെ ആവശ്യമാണ്. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളൊക്കെ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയ തൊഴിലാളികൾക്കും കൂടി ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുൻപിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ മറികടക്കേണ്ടതുണ്ട്. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ തൊഴിലാളികൾ അവരുടെ ജീവിതാവസ്ഥയെപ്പറ്റി പറയുന്ന നിരീക്ഷണങ്ങളും കണക്കുകളും ഉപയോഗിച്ച് ഒരു പദ്ധതി രൂപീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളുണ്ട്. ഞങ്ങൾ ഈ പറയുന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സ്വച്ഛ ഭാരത് അഭിയാൻ്റെയും അതേ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അതിൻ്റെ തന്നെ മറ്റൊരു രൂപം എന്ന് പറയാം. ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ എന്ന് പറയുന്ന 2018 വേറൊരു അടിസ്ഥാന രേഖ. ഇതെല്ലാം നമ്മുടെ രാജ്യം അംഗീകരിച്ചതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ടും ഈ കാര്യങ്ങളിലെല്ലാം പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഔദ്യോഗിക സാമൂഹ്യ വ്യവസ്ഥയുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയുള്ള
മെഡിക്കൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അറിവുകളുള്ള ആളുകൾ തന്നെയാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. താമസ സ്ഥലം വേറൊരു ലോജിക്കിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരേണ്ടതായിട്ടാണ്. അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. തീപിടുത്തം വരാതിരിക്കാനുള്ള സംഭവം, ആസ്മ പോലത്തെ അസുഖങ്ങൾ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ഒരു ആംബുലൻസ് വരാനുള്ള സൗകര്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെപ്പറ്റി ഇപ്പം ഞങ്ങൾ ഒരു മാതൃക വാർഡ് തലത്തിൽ എല്ലാ ക്യാമ്പുകളെ അടയാളപ്പെടുത്തുകയും അതിനെ കേന്ദ്രീകൃതമായിട്ട് സമീപിക്കേണ്ട രീതികളെപ്പറ്റി കൊല്ലം ജില്ലയിൽ നിന്നും ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ നടത്തി അതിൻ്റെ മാർഗ്ഗരേഖയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നത്, വ്യത്യസ്തതയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ നിലവിലുള്ള ഈ പറയുന്ന ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ നമ്മളുടെ ഈ അഭിയാൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഈ ആവാസ് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രാഥമികമായും ഡോക്യുമെൻറ്റേഷനിലാണ് കിടക്കുന്നത്. അതൊക്കെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറും ആശാവർക്കറും ഒക്കെ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഈ ഒരു കാര്യത്തിൽ. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നിരവധി ആയതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ മറ്റു മേഖലകളിലെ ആളുകൾക്ക് അതിൽ ചേരാനുള്ള അവസരം കൊടുക്കുക. വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഈ താമസ സുരക്ഷ, കുടിവെള്ളം, മാലിന്യം നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നിവ പ്രാമാണികമായിട്ട് കാണുന്ന ഒരു സ്വച്ഛ ഭാരത് അഭിയാൻ്റെ, അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സൗകര്യങ്ങൾ എങ്ങനെയാണ് ശുചിത്വ കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതിനുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്നത്. ഇത് സംയോജിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 87% ആളുകളാണ് കേരളത്തിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ആക്സസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒരുപക്ഷെ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ അതിൻ്റെ ക്ഷമത കൂട്ടുകയും വലിയൊരു മുന്നേറ്റം ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും ഏറ്റവും മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകളുടെ ഇടയിൽ അത്തരത്തിലുള്ളൊരു പൗരാവകാശത്തിൻ്റെ ഒരു മാതൃകയായിട്ട് തന്നെ ഇന്ത്യയിലും അതുപോലെ ലോകത്ത് മറ്റു പല സാഹചര്യങ്ങളിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ പഠനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേമ പദ്ധതികൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ തന്നെ വേണം നടപ്പിലാക്കാനായിട്ട്. അത് നമ്മുടെ രാജ്യത്തെ ഒഴുകി നടന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾക്കും ലഭ്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു ഐശ്വര്യ. കുടിയേറ്റ തൊഴിലാളികളും സർക്കാർ ക്ഷേമ പദ്ധതികളും അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾക്കിടയിൽ പഠനം നടത്തിയ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും മഹാത്മാഗാന്ധി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബിജുലാൽ MVയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.